ഒരു സമയത്ത് ഇപിയുടെ ആത്മകഥ അതൊക്കെ വലിയ വിവാദങ്ങളായിരുന്നു അല്ലേ? വിവാദങ്ങൾക്കൊടുവിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങുകയാണ്. ഇതാണ് എന്റെ ജീവിതം എന്ന പേരിലാണ് ആത്മകഥ. കേരള രാഷ്ട്രീയത്തിലെ സമരതീക്ഷ്ണമായ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ആത്മകഥയുടെ പ്രീ ബുക്കിംഗ് മാതൃഭൂമി ബുക്ക് സ്റ്റാളുകളിൽ തുടങ്ങിയിട്ടുണ്ട്. സർക്കാരിനെയും പാർട്ടിയെയും വിമർശിക്കുന്ന പരാമർശങ്ങളുള്ള EP ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നുവെന്ന പരസ്യം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വിവാദമായിരുന്നു. താൻ എഴുതാത്ത ആത്മകഥയാണ് തന്നോട് ചോദിക്കാതെ പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞ EP ജയരാജൻ മലയാളത്തിലെ പ്രമുഖ പ്രസാധകർക്കെതിരെ നിയമ നടപടിയും സ്വീകരിച്ചു. വിവാദം ചൂടുപിടിച്ചതിന് പിന്നാലെ പുസ്തകം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുമെന്ന് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവ വേദിയിൽ EP ജയരാജൻ പ്രഖ്യാപിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റ്, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം, മന്ത്രി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച EP ജയരാജന്റെ ആത്മകഥ കേരള രാഷ്ട്രീയത്തിന്റെ അടയാളപ്പെടുത്തലാണ്. വായിക്കാനുള്ള ആകാംക്ഷ പാർട്ടി സെക്രട്ടറിക്കുമുണ്ട്. അത് ജയരാജന്റെ ജീവിതമാണല്ലോ എഴുതുന്നത്. സ്വാഭാവികമായിട്ടും അത് കണ്ണൂരിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ ഭീതിത ദിനങ്ങളെ പ്രതിരോധിച്ച യൗവനം, പക്വതയും പാകതയും നിലനിർത്തിയ രാഷ്ട്രീയ സംഘാടനം പിന്തുടരുന്നവർ നിർബന്ധമായും വായിക്കേണ്ട ഒന്നാണ്. ജീവിതവും മരണവും നേർക്കുനേർ നിന്ന് വടം വലിച്ച സന്ദർഭങ്ങൾ, ജീവനെടുക്കാൻ വന്ന ശരീരത്തിൻ്റെ ഭാഗം തന്നെയായി മാറിയ വെടിയുണ്ട, ഉന്നം തെറ്റിപ്പോയ ബോംബുകൾ, തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മിസ്റ്ററി ത്രില്ലറായി മാത്രം കണ്ടെടുക്കാവുന്ന കഥകളുടെ സഞ്ചയമാണ് EPയുടെ ആത്മകഥ. പുസ്തകം നവംബർ 3 കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. 290 രൂപ മുഖവിലയുള്ള പുസ്തകം ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് മാതൃഭൂമി ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് 232 രൂപയ്ക്ക് ലഭിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.